ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ അറസ്റ്റ് ഹൈക്കോടതി വീണ്ടും തടഞ്ഞിരിക്കുന്നു എന്നതാണ്. ഈ സർക്കാർ ആ നടിക്ക് ക്രിസ്മസ് വിരുന്നൊരുക്കുന്നത് കാരണം ഭൂരിഭാഗം ആൾക്കാരും ആ നടിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നടിയെ ഈ സർക്കാർ ഏറ്റെടുത്തു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ഇത് ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാഹുലിന്റെ വിഷയത്തിൽ നിങ്ങൾ കണ്ടോ, ഇത് ഈ ജാമ്യം ഇങ്ങനെ നീട്ടി അവസാനം മാർച്ചിലിട്ട് വീണ്ടും ഒരു പണി കൊടുക്കും രാഹുലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ജനുവരി 7 മാറ്റി. എന്റെ പിറന്നാളാണ് കേട്ടോ. അഡ്വാൻസ് ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടെ കിട്ടോ. അന്ന് എനിക്ക് ഇത്ര വയസ്സ് തികയാണ്. എത്ര വയസ്സ് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ അതും കൂടെ കിട്ടുമോ കമന്റ് ആയിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറഞ്ഞ ഒരു 5000 ലൈക്കെങ്കിലും കിട്ടും. എന്തായാലും എൻ്റെ രാഹുലിന്റെ വിഷയം ചെയ്യുമ്പം എങ്ങനെയായാലും അത്യാവശ്യം 50,000-60,000 വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് 5000 ഉണ്ടായിരുന്നു, പിന്നെ അതിന് മുമ്പ് 7000 ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ ഇത് കാണണം. ഞാൻ ഈ പറയുന്ന ഓരോ ലൈക്കിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾ ഇത് കൗണ്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ഒരു വീഡിയോന്ന് ഇത്രയും ആൾക്കാർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര വീഡിയോസില്ല അതെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. ആദ്യമായിട്ട് ആ ചാനൽ കാണണമെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തോ. ഓക്കെ, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അതിനി 7-ാം തീയതി അറിയാൻ പറ്റും. ഇനി അദ്ദേഹത്തിനെ ജയിലിൽ പിടിച്ചിടുവോ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം അറിയാലോ, കോടതി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നീണ്ട് ഇനി പോകുന്നത് എവിടം വരെ പോകുന്ന അറിയത്തില്ല. ഒരു മാർച്ചൊക്കെ ആകുമ്പോൾ രാഹുലിന്റെ പുതിയ കഥ ഇറക്കും. രാഹുലിന്റെ പുതിയ കഥ, പുതിയ പെണ്ണ്, ഇലക്ഷൻ ഒരു 2 മാസം മുമ്പ് ഇനി എത്ര പെണ്ണുങ്ങൾ വരാതിരിക്കുന്നത്. കാരണം ചേട്ടന്മാർ സമയം വരുമ്പോൾ ഓരോരുത്തരെ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, നമുക്ക് രാഹുലിന്റെ വിഷയം വരുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. രാഹുലിന്റെ അല്ല കേട്ടോ, ഒന്ന് വെച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വർണം ചെമ്പായി മാറ്റിയേ, അത് മതി, അത്ര കേട്ടാ മതിയല്ലോ. ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് വലിയ കേസ് എടുക്കാതെ കേസെടുത്തോട്ടെ. അങ്ങനെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട്. എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, 4 മാസത്തിനുള്ളിൽ ബാക്കി കൂടെ ഫലം അനുഭവിക്കേണ്ടി വരും. അതല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വിഷയം പറയുന്നത് എന്താണെന്നറിയോ, ശബരിമല വിഷയം നൈസായിട്ട് അവന്മാർ മാറ്റിയത് രാഹുലിന്റെ ഒരു വിഷയത്തിലാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ അത് ഏറ്റെടുത്ത് ഒരു പാട്ട് വൈറലായിരുന്നു. അതോടെ ജനങ്ങൾ അത് ഓർത്തിരിക്കുന്നുണ്ട്. അയ്യപ്പൻ ചില്ലറക്കാരനൊന്നും അല്ല. അതുകൊണ്ടാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കയറ്റി വരുന്നത്. ജാമ്യത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് രാഹുൽ ഈശ്വർ എല്ലാത്തിനും വേണ്ടി അദ്ദേഹം പോരാടി. ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അയ്യോ രാഹുൽ പുറത്ത്, പോരാടാൻ നടന്നവനകത്തും. അയാളുടെയും കൂടെ ഒരു വീഡിയോ വെച്ച് തരാം. രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയതൊക്കെ അറിഞ്ഞപ്പോ എന്ത് തോന്നി? എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം അനീതി എവിടെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ നീതി കൊണ്ട് എതിർക്കണം. പക്ഷെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ച ഞാൻ അകത്താണല്ലോ എന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ഒരിക്കലുമില്ല. കാര്യം ഞാനത് എന്റെ മകൻ പറഞ്ഞൊരു സാധനം കൂടെ പറയാം. എന്റെ മകൻ, ഞാൻ എല്ലാ മീഡിയക്കാരുടെ പറഞ്ഞാണ്, മകൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ, അവൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടീച്ചർ ക്ലാസ്സിൽ എത്തിക്സ് ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, കൂടെ ഉള്ളവനോട് അനീതി ചെയ്യുമ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്യണം. യാഗ് എന്നാണ് മോന്റെ പേര്. യാഗിന്റെ അച്ഛനെ പോലെ എനിക്ക് കിട്ടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇനി താങ്കൾ അറിയാൻ വേണ്ടി പറയാ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനും ഒരു 6 മാസം മുമ്പ് ഭയങ്കര അടിയായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഒരു പ്രമുഖ ചാനലിലിരുന്ന് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും സ്ലോ പോയിസൺ എന്നെ വിളിക്കുകയും ചെയ്തതാണ്. അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസൺ, രാഹുൽ ഈശ്വർ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ സ്ലോ പോയിസൺ. കൂട്ടുകാരൊന്നുമല്ല, കൂട്ടുകാരെന്ന് മാത്രമല്ല, ഇതും കൂടെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ആശയപരമായ വിയോജിപ്പുള്ളതുകൊണ്ട് പുരുഷ കമ്മീഷന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എതിർത്തതും. പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ എതിർത്ത ആൾക്കാരുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇതെന്നോട് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതായത് എന്റെ കയ്യിലുള്ള ഇപ്പം പുരുഷ കമ്മീഷൻ ബില്ല് ഫെബ്രുവരിയിൽ അനുമതി കിട്ടിയതാണ്. അപ്പോ ആ കാര്യം അവതരിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ നാട്ടുകാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടവും ദിലീപും ഒക്കെ പൈസ തന്നിട്ടാണ് രാഹുൽ ഈശ്വർ. ഞാൻ വളരെ ബഹുമാനത്തോടെ പറയാണ്, ഒരു MLA-ക്ക് കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. അത്യാവശ്യം ദൈവം എനിക്ക് പോരാടാനും നല്ല വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്.
ഈ നാറി കൈ നിട്ട് സംസാരിക്കുന്നതാ ഈ പുള്ളി. രാഹുൽ ഈശ്വർ അല്ല കേട്ടോ, ഈ ഇപ്പൊ ചോദിച്ച റിപ്പോർട്ടറില്ലേ അവൻ അത് കൈ നിട്ടതാ, പൈസ മേടിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒന്നാലോചിച്ച് 6 മാസം മുമ്പ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഇട്ട് ഈ മെൻസ് കമ്മീഷന് എതിരെ കൂടുതലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടമാണ് എതിർത്തിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അവസാനം അവർ തന്നെ തുണയ്ക്കുകയും ചെയ്തു. ഇപ്പൊ വേണമെങ്കിൽ രാഹുൽ ഈശ്വറിന് പ്രതികാരം വിട്ടായിരുന്നു, പക്ഷെ അയാളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പം വലിയ ശത്രുക്കൾ ഇപ്പം മിത്രങ്ങളായി, ഇപ്പം എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നു. അങ്ങനെയാണ്. ഞാനൊരു കാര്യം തുറന്ന് പറയാം, ഞാനും പണ്ടൊക്കെ ഈഗോ അതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം എല്ലാവരെയും കാണുമ്പോഴും കൈ ഊക്കി കാണിക്കും, കെട്ടിപ്പിടിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. മനുഷ്യരാണ്, ആരാണ് നമ്മളെ സഹായിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. റോഡിൽ എവിടെയെങ്കിലും നമ്മൾ ഒടിഞ്ഞു മറിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ ആരാണ് നമ്മളെ പൊക്കിക്കൊണ്ട് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ കേസിനെ കുറിച്ചൊക്കെ പറയാം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റ് ഹൈക്കോടതി വീണ്ടും തടഞ്ഞിരിക്കുന്നു എന്നതാണ്. അടുത്ത മാസം 7 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. കേസ് ജനുവരി 7-ന് വീണ്ടും പരിഗണിക്കും. രാഹുലിനെതിരായ ആദ്യ കേസിൽ ഇത് 3ാം തവണയാണ് ഹൈക്കോടതി അറസ്റ്റ് തടയുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് ഈ തീരുമാനം. ഒന്നാമത്തെ രാഹുലിന് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ് ഈ ഒരു സംഭവം. പിന്നെ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു 10-12 ദിവസം 14 ദിവസം ചിലപ്പോൾ പിടിച്ചിടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 90 ദിവസം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു വരവ് വന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ തേഞ്ഞൊട്ടിപ്പോവും. ജനങ്ങൾ എങ്ങനെ ഇയാൾ ഏത് രീതി ഇലക്ഷൻ എന്ന് പറഞ്ഞാലും ഇയാൾ പുഷ്പം പോലെ ജയിക്കും, പുഷ്പം പോലെ ജയിച്ചു പോകും. കാരണം ജനങ്ങൾക്ക് ഇനി രാഹുൽ മതി. ഇവിടെ തെറ്റിയത് പെണ്ണുങ്ങളെ പറയുന്നില്ല, പിന്നെ പെണ്ണിൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവനെ ഇവിടെ ആരും അവനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും പെണ്ണ് 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 പെണ്ണ്, അവന്മാർ കാണിക്കുന്നതിനൊന്നും ഇവിടെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. കേസിൽ ഇതിപ്പോ 3ാം തവണ കോടതിയിലേക്ക് എത്തുന്നു. 3 തവണയും അറസ്റ്റ് തടഞ്ഞു. ഇപ്പോൾ ഇത്തവണ ജനുവരി 7 വരെ സമയം കൂടി കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റവും ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 3ാം തവണയാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഇനി ജനുവരി 7-ാം തീയതിയാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുക. ഇന്ന് വിശദമായ വാദം, ഒന്നാമത്തെ പരാതിയിലാണ് ഈ നടപടിക്രമങ്ങൾ. വിശദമായ വാദം ഇന്ന് ഹൈക്കോടതി കേട്ടിട്ടുണ്ട്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അഡ്വക്കേറ്റ് എസ് രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായതും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് മാത്രമല്ല, നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ നേരിട്ട് ജാമ്യ ഹർജി സമർപ്പിക്കാനായിരുന്നു നീക്കം. പക്ഷേ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സെഷൻസ് കോടതി വഴിയാണ് ഇപ്പോൾ ജാമ്യ ഹർജികൾ പരിഗണിക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യവുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയുമായി പരിഗണിച്ചത്. ആ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുകയും തുടർന്ന് ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം 2ാമത്തെ കേസ് മുൻകൂർ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി അനുവദിച്ചെങ്കിൽ പോലും ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ള ജഡ്ജിന്റെ പരാമർശമാണ് സർക്കാരിനെ വീണ്ടും അത് ഹൈക്കോടതിയിൽ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് കൃത്യമായ ജഡ്ജ് അത്തരത്തിലൊരു മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു അഭിപ്രായം ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. 2, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ളത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ള ആരോപണമാണ് സർക്കാരിനുള്ളത്. ആ കേസും കഴിഞ്ഞ ദിവസം പരിഗണിച്ച സാഹചര്യത്തിൽ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുമെന്നാണ്, ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഏകദേശം 3 ആഴ്ചയോളം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലാക്സേഷൻ ടൈം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് ഇന്നുകൂടിയായിരുന്നു അറസ്റ്റ് തടഞ്ഞുണ്ടായിരുന്ന നടപടി നേരത്തെ ഉണ്ടായിരുന്നത്. അതാണ് ഒരു 3 ആഴ്ച കാലത്തെ കൂടി ജനുവരി 7 വരെ ഉള്ള സമയത്തേക്ക് കൂടി ഹൈക്കോടതി നീക്കിവച്ചിരിക്കുന്നത്. ജനുവരി 7-ന് വീണ്ടും കേസ് പരിഗണിക്കും. ശ്രീജ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ 3 തവണയായി കോടതിക്ക് മുന്നിൽ എത്തുമ്പോഴും ജനുവരി 7 നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് നീട്ടി വെക്കാനേ ചാൻസ് കൂടുതലുള്ളൂ. പക്ഷെ ഇത് ഇവന്മാരിങ്ങനെ നീട്ടി വെച്ച് ഇനി ഇലക്ഷൻ സമയത്തിട്ട് വല്ല പണി കൊടുത്താലേ, കാരണം ഒരു സീറ്റാണ്, മനസ്സിലായോ? അതിന് ഏത് പണി ഇവന്മാർ നോക്കും, ഏത് പണിയും ഏതറ്റം വരെ നീങ്ങാം ചിലപ്പോൾ ഈ നാറികളെ കൊണ്ട് പറ്റും. ആരെവിടെ പാർട്ടിക്കാർ, ഞാൻ പറയാൻ അറിയാലോ. ഈ നശിച്ച ഭരണം എന്നീ കേരളത്തിൽ നിന്ന് മാറുമോ അന്ന് നമ്മുടെ നാട് പച്ചപിടിക്കും ഉറപ്പായിട്ടും. ഇപ്പൊ പിള്ളേരൊക്കെ അങ്ങ് ട്രോളുമാണ്. പോറ്റി കേറ്റി വേണ്ട ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം, വേണ്ടത് കണ്ടു നോക്ക്. 39 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക്, 39 ട്രെയിൻ കാസർഗോഡ് നിന്ന്
തിരുവനന്തപുരത്തേക്ക്. ഒരു ട്രെയിനിനും ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നേരെ കയറി കണ്ണൂരിൽ നിൽക്കുക. ഇപ്പൊ ട്രെയിൻ വന്നോ? ഇപ്പൊ പോയി. ഇനി എത്ര വേണം? 20 മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രെയിൻ വരും. നിങ്ങൾക്ക് പാശ്ശേരിയിൽ നിന്ന് ബസ് കിട്ടുന്നതിന് എത്ര വേണം? എത്ര മണിക്കൂർ വേണം? ഇപ്പൊ പാശ്ശേരിക്കുന്ന ഒരു ബസ്സിന് കണ്ണൂർ പോകണമെങ്കിൽ എത്ര സമയം വേണം? എത്ര കാത്തിരിക്കണം? അരമണിക്കൂർ. ഇതെത്രയേ കൊണ്ടു? ഇത് കയറി നിന്ന് 20ാമത്തെ മിനിറ്റിൽ വരും. ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് പോയി. അപ്പൊ എത്ര മിനിറ്റ് ഇരിക്കണം? 10 മിനിറ്റ് കൊണ്ട് ട്രെയിനായി. അപ്പൊ തന്നെ ടിക്കറ്റ് എടുക്കുക, അപ്പൊ തന്നെ കയറാം. എന്താ കാരണം? ഓരോ 20 മിനിറ്റിനും ട്രെയിനാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം കൈകാര്യം ചെയ്യാൻ എത്ര മണിക്കൂർ വേണമെന്ന് അറിയാം നിങ്ങൾക്ക്? 3 മണിക്കൂർ 54 മിനിറ്റ്. ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു സത്യം പറഞ്ഞല്ല. ഈ പറ്റ കടയൊക്കെ ഈ തള്ള് ഇതൊക്കെ ഒരു സത്യം പറയാലോ. ഈ പെൻഷൻ കഴിഞ്ഞ വട്ടം അവർ പെൻഷനും ഈ കിറ്റിന് കിറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാരുടെ മനം മാറി ഇവന്മാർക്ക് ഭരണം കിട്ടുന്നത്. അതേ പരിപാടി തന്നെയാണ് ഈ അടുത്ത ഇലക്ഷന് തൊട്ടു മുമ്പേ പെൻഷൻ കൂട്ടുകയും ചെയ്തത്. എന്നിട്ട് ആ മാണി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാ, മേടിച്ച് നക്കിക്കഴിഞ്ഞിട്ട് വോട്ട് മറ്റവർക്ക് കൊടുത്തെന്ന്. അപ്പം നിങ്ങളെ ഏത് രീതി തളർത്താൻ പറ്റും, ഏത് രീതി ഇവിടുത്തെ ജനങ്ങളെ മണ്ടരാക്കാൻ പറ്റുമെന്ന് ഈ രാഷ്ട്രീയക്കാർക്ക് നല്ല രീതി അറിയാം. ഇനിയും ഇവന്മാർ ഇലക്ഷന് മുമ്പ് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നടി അറിയാലോ, നടിക്ക് ഒരു പ്രമുഖ നടനിൽ നിന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പം ഒരു വിഷയം നടക്കുന്നുണ്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. ഇപ്പം ആ നടിയെ ക്രിസ്മസ് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. എന്തിന്? കാരണം ഭൂരിഭാഗം ആൾക്കാരും ആ നടനെതിരാണ്. അപ്പം അങ്ങനെ ഈ സർക്കാർ ആ നടിയെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഒന്നാലോചിക്കുക, ആ നടിക്ക് സപ്പോർട്ട് കൊടുക്കുമ്പം ഈ പാർട്ടിയാണ് അവർ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ ഭരണം തന്നെ അടുത്ത വട്ടം പറഞ്ഞു അതിന് വേണ്ടി ഇനിയുള്ള 6 മാസം ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ പരിപാടി ഉമ്മര് കാണിക്കും. ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ വെറും മണ്ടന്മാരാക്കും. അതുകൊണ്ട് ആലോചിച്ചും കണ്ടും ബൂത്തി ചെല്ലുമ്പം കുത്തേണ്ട അടുത്ത് ഓട്ട് കുത്തണം. ഇവന്മാർക്ക് കൊടുക്കരുത്. 10 വർഷം ഭരിച്ച് മുടിപ്പിച്ച നമ്മുടെ നാട് 10 വർഷം. അതുകൊണ്ട് ഇനി ആലോചിച്ചും കണ്ടൊക്കെ കുത്താൻ നോക്ക്. ഓക്കെ. പിന്നെ ഇല്ല റിനിയെ പോലുള്ള പെണ്ണുങ്ങളെയൊക്കെ രംഗത്ത് കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന തോന്നിവാസവും. റിനി ആരാന്ന് ഞാൻ പറയാൻ അറിയാലോ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ. സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക.